ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളം അടിസ്ഥാന പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. പ്രവർത്തനം 1. സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ്റെ കത്ത് വല്യമ്മക്ക് കിട്ടി. ഇലവു മരത്തിൻ്റെ ഫോട്ടോ അയച്ചു തരണം എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഈ സന്ദർഭത്തിൽ വല്യമ്മയും വല്യച്ഛനും തമ്മിൽ നടത്താനിടയുള്ള സംഭാഷണത്തിൻ്റെ തുടക്കമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. യോജിച്ച രീതിയിൽ സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ സംഭാഷണം തയ്യാറാക്കാനാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ വല്യമ്മ പറയാം, കേട്ടോ, ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു കൊണ്ടുവരണം, ഇപ്പോൾ തന്നെ വേണം. വല്യച്ഛൻ, എന്തിനാ ഫോട്ടോഗ്രാഫർ? അപ്പോൾ വല്യമ്മ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ബാലകൃഷ്ണൻ കത്തയച്ചിട്ടുണ്ട്, ഇലവു മരത്തിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വല്യച്ഛൻ, ഏത് ഇലവു മരം? അതൊക്കെ എന്നേ മുറിച്ചു. അപ്പോൾ വല്യമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? എന്ത്, നിങ്ങളത് മുറിച്ചോ? നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ആ ഇലവു മരം മുറിക്കരുത് എന്ന്? എന്തിനാ മുറിച്ച കാര്യം നിങ്ങൾ എന്തേ പറയാൻ? നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷമമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ സംഭാഷണം തയ്യാറാക്കാം. അടുത്ത ചോദ്യം നോക്കാം. മുകളിൽ കൊടുത്തിട്ടുള്ളത് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ ഒരു സന്ദർഭമാണ്. ഈ കഥ രചിച്ചതാര്? MT ആണോ, ഉറൂബാണോ, ടാഗോറാണോ, മാധവിക്കുട്ടിയാണോ? അപ്പോൾ ആരാണ് ഇത് രചിച്ചത്? ടാഗോറാണ് ഇത് രചിച്ചത്. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥ രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ എന്താണ് നമ്മൾ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന പാഠഭാഗത്തിലെ പ്രധാന പ്രമേയം എന്താണ്? വല്യമ്മയും ബാലചന്ദ്രനുമാണ് അതിലെ പ്രധാന കഥാപാത്രം. വൃക്ഷത്തെ സ്നേഹിച്ച എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ഒരാളാണ് വല്യമ്മ. അപ്പോൾ മക്കളില്ലാത്ത അവർ ബാലചന്ദ്രനെ സ്വന്തം മകനെ പോലെയാണ് സ്നേഹിച്ചത്. അപ്പോൾ അവൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ അവർ റെഡിയായിരുന്നു, അല്ലേ? അവർ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ അവരെപ്പോഴും തയ്യാറെടുത്തിരുന്നു. ഇലവു മരം മുറിച്ചു കളയാൻ വല്യച്ഛൻ തീരുമാനിച്ചു. അപ്പോൾ ബാലചന്ദ്രൻ വല്യമ്മയുടെ അടുത്താണ് പോയി പറഞ്ഞത്. ബാലചന്ദ്രൻ വല്യച്ഛനോട് ആ മരം വെട്ടിക്കളരുത് എന്ന് വല്യമ്മ പറയുകയും ചെയ്തു. ഇത് ബാലചന്ദ്രനോടുള്ള അവർക്കുള്ള സ്നേഹത്തിൻ്റെ ഒരു തെളിവാണ്. ബാലചന്ദ്രനും തിരിച്ചു അങ്ങനെ തന്നെ. ബാലചന്ദ്രനും വല്യമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പിന്നെ ബാലചന്ദ്രന് പുറത്തു പോകുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഭാവിയെ കരുതി അവർ ആ ദുഃഖം സഹിച്ചു. അച്ഛനോടൊപ്പം സിംലയിലേക്ക് പോയി. പുതിയ നാട്ടിലെത്തിയിട്ടും ബാലകൃഷ്ണൻ്റെ ചിന്തകൾ എന്തായിരുന്നു? നാടിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അവന് വല്യമ്മയ്ക്ക് കത്തെഴുതുകയാണ്. അപ്പോൾ വല്യമ്മ ആ കത്തിൽ നിന്ന് തന്നെ അറിയാം ആ സ്നേഹം. തൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ് തൻ്റെ വല്യമ്മ എന്ന് ബാലകൃഷ്ണൻ അറിയാം. അങ്ങനെ പറയുകയാണ്, ഒരു ഇലവു മരത്തിൻ്റെ ഫോട്ടോ അയച്ചു തരണമെന്ന് വല്യമ്മയോട് പറയുകയാണ്. എന്നാൽ ഇലവു മരം മുറിച്ചു കളണമെന്ന വല്യച്ഛൻ്റെ വാക്കുകൾ അവരെ വളരെയധികം തളർത്തി കഴിഞ്ഞു. അവർ 2 ദിവസത്തേക്ക് ആഹാരം കഴിക്കുകയോ വല്യച്ഛനോട് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ആ മരത്തിനോടുള്ള സ്നേഹവും അതിനേക്കാൾ ഉപരി ആ മരത്തെ സ്നേഹിച്ച ബാലചന്ദ്രനോടുള്ള സ്നേഹവുമായിരുന്നു. അപ്പോൾ ബാലചന്ദ്രന് വളരെ ഇഷ്ടമായിരുന്നു ഇലവു മരം എന്ന് വല്യമ്മക്കറിയാം. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വല്യച്ഛൻ വളരെ നിസ്സാരമായി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ആ മരം വെട്ടിക്കളഞ്ഞു എന്നത് അവരെ വളരെയധികം വേദനിപ്പിച്ചു. എന്നാൽ നിശബ്ദമായി മാത്രം പ്രതികരിക്കുന്ന, തൻ്റെ ദുഃഖങ്ങളെ ഉള്ളിലൊതുക്കുന്ന ഒരു വല്യമ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങളും കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ്. പിന്നെ വല്യമ്മയുടെ കഥാപാത്ര നിരൂപണം, അതേപോലെ ബാലചന്ദ്രൻ്റെ കഥാപാത്ര നിരൂപണം, ഇതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട്, ആ ഒരു പാഠഭാഗത്തെ പറ്റിയിട്ട് നിങ്ങൾ ആ പ്രധാന ആശയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പാഠഭാഗം നല്ലവണ്ണം വായിക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കിയാലോ. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. നിങ്ങൾ പരിചയപ്പെട്ടവയാണല്ലോ ഈ മഹത്വചനങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ
മറ്റൊരു പദമാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത്. ഈ ഉപദേശത്തെ വിശദീകരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനും സാംസ്കാരിക നവോത്ഥാനത്തിന് വലിയ സംഭാവന ചെയ്ത മഹാനുമാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ കേരളത്തിൽ പണ്ട് പലവിധ അനാചാരങ്ങളും നിലനിന്നിരുന്നു. എന്തൊക്കെയായിരുന്നു? കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടോ? സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ജാതി മത ചിന്തകളില്ലാത്ത ഒരു ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വപ്നം. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു? നമ്മുടെ കേരളത്തിൽ ഭയങ്കര ജാതിമത ചിന്തകളുള്ളൊരു ലോകമായിരുന്നു. അവർണർ, സവർണർ എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത അദ്ദേഹം ജാതി മത വ്യത്യാസങ്ങളും അയിത്തവും അനാചാരവും മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. എല്ലാവരെയും സഹോദരങ്ങളായി കാണണമെന്നും എല്ലാവർക്കും ഉപകാരം ചെയ്യണമെന്നും അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാവരെയും സഹോദരങ്ങളായി കാണണമെന്നും അതുപോലെ എല്ലാവർക്കും ഉപകാരം ചെയ്യണമെന്നും അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. അപ്പോൾ മാത്രമേ ഒരാൾ നല്ല മനുഷ്യനാകൂ. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഇത് വായിച്ചില്ല, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അതിൻ്റെ ആശയം എന്താണ്? ഒരാൾ സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രതിഫലേച്ഛ കൂടാതെ, അതായത് പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ സേവനം ചെയ്യണമാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ഇന്നെന്താണ്? ഇന്ന് എല്ലാവരും സ്വാർത്ഥതയാണ് ഇന്ന് എല്ലാവർക്കും. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ആശയത്തിലാണ് ഇന്ന് എല്ലാവരും. ഇന്ന് അങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നിരന്തരമായ ഇടപെടലിലൂടെ ഇല്ലാതായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതീയ വിവേചനങ്ങളും കേരളത്തിൽ ഇങ്ങോട്ട് വരികയാണ്. പണ്ടത്തെ ഒരു അവസ്ഥയിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നത് വരെ നമുക്ക് സംശയമാണ്, അല്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. ജാതിക്കും മതത്തിന് അപ്പുറത്ത് മനുഷ്യ നന്മ ലക്ഷ്യം വെച്ച ഗുരുവചനങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ സഹജീവികളെ സഹോദര തുല്യം കാണാനും സേവന സന്നദ്ധരായി ജീവിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഗുരുവചനങ്ങൾ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ നിങ്ങളുടെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ ഒരു ആശയത്തിൽ നിങ്ങൾ എഴുതുക. ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ അതേപോലെ നിങ്ങൾക്ക് പ്രിൻ്റായിട്ട് എഴുതിയിട്ട് തന്നിട്ടില്ല. കാരണം ഒരുപാട് ആശയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ആശയം നിങ്ങൾക്ക് കിട്ടി, നിങ്ങളത് എഴുതുന്നതാണ് ഉചിതം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രമുഖനാണ്, സാംസ്കാരിക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ജാതിമത ചിന്തകളില്ലാത്ത ഒരു ലോകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത അദ്ദേഹം ജാതിമത വ്യത്യാസങ്ങളും അയിത്തവും അനാചാരവും മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യനെ എന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. എല്ലാവരെയും സഹോദരങ്ങളായി കാണണമെന്നും എല്ലാവർക്കും ഉപകാരം ചെയ്യണമെന്നും അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. സ്വന്തം സുഖം ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം, സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രതിഫലം കൂടാതെ സേവനം ചെയ്യണമെന്നും ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? തേജസ്വി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? തേജസ്വി എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻസ് നോക്കാം. ബുദ്ധിയല്ല. പിന്നെ രണ്ടാമത്തത് ശക്തി, ശോഭ, സ്നേഹം. അപ്പോൾ ഇവിടെ തേജസ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് ശോഭയാണ്, തേജസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ഡിസ്കസ് ചെയ്താലോ? മഴവില്ല് വരയ്ക്കുന്നവർ എന്ന കഥ പരിചയപ്പെട്ടല്ലോ. ആ കഥയെക്കുറിച്ച് സ്കൂൾ മാഗസിനിലേക്ക് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുകയാണ് ഗോപു. കഥ നൽകുന്ന സ്നേഹത്തിൻ്റെ മഹത്വം, ഒന്നിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന കരുത്ത്, എല്ലാ നിറങ്ങളും ഭംഗിയുള്ളതാണ്, വ്യത്യസ്തർ ഒന്നിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന ഭംഗി തുടങ്ങിയ സന്ദേശങ്ങളെല്ലാം ഗോപുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എങ്കിൽ ഗോപു തയ്യാറാക്കുന്ന വിശകലന കുറിപ്പ് എപ്രകാരമായിരിക്കും തയ്യാറാക്കുക? ഇനി രണ്ടാമത്തെ ചോദ്യം,
വിശേഷണം ചെയ്യുമ്പോഴുണ്ടാകുന്ന അർത്ഥം ഭംഗി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഉദാഹരണം പൂവ്, വെളുത്ത പൂവ്. ഇതുപോലെ രാത്രി എന്ന പദത്തിന് യോജിച്ച വിശകലനം ചേർത്ത് എഴുതുക. അപ്പം പൂവ്, വെളുത്ത പൂവ്, ചുവന്ന പൂവ് എന്നൊക്കെ എഴുതാം. അതേപോലെ നമുക്ക് രാത്രി എങ്ങനെ വിശേഷിപ്പിക്കാം? നിലാവുള്ള രാത്രി എന്ന് പറയാം. ഇനി ഗോപുവിൻ്റെ വിശകലനക്കുറിപ്പ് എന്തായിരിക്കും ഗോപുവിൻ്റെ വിശകലനക്കുറിപ്പ്? മഴവില്ല് വരയ്ക്കുന്നവർ എന്ന കഥ നൽകുന്ന സന്ദേശം എന്താണ്? അപ്പോൾ പല കുന്നുകളിലുള്ളവർ ഇത്രയും കാലം നിറത്തിൻ്റെ പേരിൽ വേർതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. പരസ്പരം കണ്ടാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസം മുതിർന്നവർ അവർക്ക് നൽകിയതാണ്. എന്നാൽ നീലക്കുട്ടി ആ വിശ്വാസം തെറ്റാണെന്ന് മനസ്സിലാക്കി. അവൻ്റെ തിരിച്ചറിവാണ് എല്ലാ കുന്നുകളിലെയും കുട്ടികൾ ഒന്നിക്കാൻ കാരണമായത്. പലതിൻ്റെ പേരിലും കലഹിക്കുന്ന ലോകത്തിന് മഹത്തായ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. കുട്ടികൾ ഒന്നു ചേർന്ന് കളിക്കുന്നത് കണ്ട ദൈവം സന്തോഷിച്ചു. ദൈവം ചതുപ്പു നിലം വറ്റിച്ച് പഞ്ചാരമണൽ വിരിച്ചു. ഒരുമയുടെ സ്നേഹത്തിൻ്റെ മഴവില്ല് ലോകത്തിനുമേൽ വിരിച്ചു. ലോകത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ജീവിക്കുന്നതാണ് ദൈവത്തിനിഷ്ടം. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, സ്വാർത്ഥതയുടെ പേരിൽ വേർതിരിഞ്ഞ് നിൽക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മുതിർന്നവർ വേർതിരിഞ്ഞ് നിൽക്കുമ്പോൾ കുട്ടികൾ അതിർത്തി മറികടന്ന് കൈകോർക്കുന്നു. അവർ ഒന്നു ചേരുമ്പോൾ സന്തോഷത്തിൻ്റെ മഴവില്ല് വിരിയുന്നു. സ്നേഹം ലോകത്തെ സ്വർഗമാക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. കലഹങ്ങളും ചേരിതിരിവുകളും ഒഴിവാക്കാനും ഒരേ മനസ്സോടെ ജീവിക്കാനുമുള്ള സന്ദേശമാണ് മഴവില്ല് വരയ്ക്കുന്നവർ എന്ന കഥയുടെ സന്ദേശം. ഒന്നിൽ തുടങ്ങി പലതായി വളർന്നാലും ഒടുവിൽ നാം ഒന്ന് തന്നെയാണ് എന്നാണ് ഈ കഥയുടെ സന്ദേശം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിൽ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ ജ്ഞാനപീഠ ജേതാവ് MT വാസുദേവൻ നായർ എത്തുന്നു. സിനിമ, സാഹിത്യം എന്നീ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടുള്ള അഭിമുഖം നടത്തുന്നത് പ്രസക്തമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. ചോദ്യാവലി തയ്യാറാക്കാനാണ് 5 എണ്ണമാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനവിടെ ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. MTയുടെ വിദ്യാഭ്യാസം. അപ്പോൾ നമുക്ക് അതുമായി കണക്ട് ചെയ്തിട്ട് എങ്ങനെ അങ്ങയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബാല്യകാലം എങ്ങനെയായിരുന്നു, എവിടെയാണ് അങ്ങ് സ്കൂൾ വിദ്യാഭ്യാസം ത്തിന് ചേർന്നത് എന്നൊക്കെ പറയാം. പിന്നെ കുട്ടിക്കാലം മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് എഴുത്തിലേക്ക് താങ്കൾ കടന്നു വന്നത്, പിന്നെന്താണ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ള സാഹിത്യം, സിനിമാ മേഖലകൾ എന്നിവയൊക്കെ പരിഗണിക്കുമല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, തിരക്കഥ എന്നിവ എഴുതി MTയുടെ സ്വന്തം രചനയിൽ സിനിമയാക്കിയതിൽ ഏത് കഥയാണ് അല്ലെങ്കിൽ ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കഥ എഴുത്താണോ അല്ലെങ്കിൽ സിനിമാ സംവിധാനമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. എങ്ങു പോയി എന്ന കവിതയിൽ പ്രകൃതി നൽകുന്ന സൗഭാഗ്യങ്ങളും തിരികെ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകളുമാണ് പരാമർശിക്കുന്നത്. വൃക്ഷങ്ങളൊക്കെ മുറിച്ചിരിക്കുന്നു, മലകളൊക്കെ ഇടിച്ചു നിരത്തുന്നു, വമ്പൻ പാറകളൊക്കെ അടിച്ചു തകർക്കുന്നു. അങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ പ്രവൃത്തികൾ. മനുഷ്യൻ്റെ ക്രൂരതയാൽ മനോഹാരിത നഷ്ടപ്പെടുന്ന ഭൂമിയെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, B ചോദ്യം. ഭംഗിക്ക് കാന്തി, അഴക് എന്നീ പദങ്ങൾ പകരമായി ഉപയോഗിക്കാമല്ലോ എങ്കിൽ തേനിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു പദം എഴുതുക. എന്താണ് തേനിന് പകരമായി? നമുക്ക് മധു എന്നെഴുതാം. മധു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തേൻ എന്ന. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഒരു തലക്കെട്ട്, അതായത് നമുക്ക് എന്ത് ആണ് സബ്ജക്റ്റ്, എന്താണ് വിഷയം നമുക്ക് തന്നത്, അത് ഏത് ഉപന്യാസത്തിലായാലും നമ്മൾ തലക്കെട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എന്താണ്? മനുഷ്യൻ്റെ ക്രൂരതയാൽ മനോഹാരിത നഷ്ടപ്പെടുന്ന ഭൂമി എന്ന് തലക്കെട്ട് എഴുതുക, ടൈറ്റിൽ എഴുതുക. ഇനി നമുക്ക് എന്തെല്ലാം എഴുതാം? നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവുമെല്ലാം നൽകുന്നത് പ്രകൃതിയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ പ്രകൃതിയുടെ ദയവ് അത്യാവശ്യമാണ്. മരങ്ങളും മലകളും പുഴകളും തുടങ്ങിയ ഓരോന്നും പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ തന്നെയാണ്.
ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ജീവിവർഗങ്ങളെല്ലാം പരസ്പരം ആശ്രയിച്ച് കഴിയേണ്ടതാണ്. അതേസമയം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയേ നമുക്ക് ജീവിക്കാനും കഴിയും. എന്നാൽ ഇന്ന് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാണ്, ആധുനിക കാലത്ത് പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ്. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് നമ്മുടെ ജീവവായുവിൻ്റെ ലഭ്യത ഇല്ലാതാക്കുന്നു. മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. കാടുകൾ നശിപ്പിക്കുന്നു. ജലസംഭരണികൾ, പുഴകൾ, മണലൂറ്റ് മൂലം ഒഴുക്കു നിലച്ച് നശിക്കുന്നു.